അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖന്നല്ലേ? അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ എൻ്റെ ഉമ്മ ഉള്ളത് കാസർഗോഡ് ബസ് സ്റ്റാൻഡിലുണ്ടാവും. ഉമ്മ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു KSRTC ബസ് വന്നിട്ട് ആ ഉമ്മ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കുമ്പോൾ ഉണ്ടല്ലാ എന്ത് തിരക്ക്. സീറ്റും കിട്ടിയിട്ട് അങ്ങനെ ഉമ്മ പൊരിക്കും എത്തി. പൊരിക്ക് വന്നപ്പോഴേ ഉമ്മക്ക് കൈ കത്തുന്ന സാഹചര്യമാണ്. അത് കഴിഞ്ഞിട്ടായിട്ട് ഉമ്മ പത്തിൽ ഉണ്ടാക്കാനും കീനും. അങ്ങനെ ഉമ്മ പത്തിലും ഉണ്ടാക്കിയിട്ടായിട്ട് ഉമ്മ പോയി അതിനെ പ്ലേറ്റിലിട്ടിട്ട് ആക്കുന്നത് എന്തിനൊന്നും നമുക്കറിയാലോ. ഉമ്മ എന്തൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് സോഫ്റ്റ് ആവാൻ. കാരണം നമ്മൾ അങ്ങനെ ആക്കിയിട്ടായിട്ട് അതിൻ്റെ മേളിൽ കുറേ കുത്തെല്ലാം ഓരോരുക്കിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് നമുക്കത് നല്ലൊരു ക്ലിയർ ആയിട്ടിരിക്കുന്നു. എന്നിട്ട് ഉമ്മ എൻ്റെ കയ്യിൽ ചൊല്ലി നീ അതിനെ ഉണ്ടാക്കുക. അങ്ങനെ പിന്നെ ഞാൻ ചെല്ലായി. അപ്പം ഞാനും ഉണ്ടാക്കാൻ ചെല്ലിട്ട് ഞാനും അങ്ങനെ ഓരോന്നും ഉണ്ടാക്കാനും കീനും. അങ്ങനെ എന്താക്കുന്ന കുറേ ഉണ്ട് അതിനാക്കാൻ. അങ്ങനെ അതാ നമ്മൾ ഉണ്ടയും ആക്കിയിട്ടായി. എന്നിട്ടുമ്മ പത്തിൻ്റെ അച്ചിൽ വെച്ചിട്ട് ഓരോരോ അപ്പം ഇങ്ങനെ ഒലത്തി പിന്നെ തത്താവ ചൂടാവാനും വെച്ചിനുമ്മ. അങ്ങനെ ഓരോ പത്തിൽ ഇങ്ങനെ മച്ചി എടുത്തിട്ട് അതിനിങ്ങനെ ഇട്ടിട്ട് അതിനെ ബൈക്ക് ചൂട് ഭാഗത്തൊക്കെ ഇട്ട് അതിനിപ്പുറത്തൊക്കെ ഇട്ടിട്ട് അതിനിപ്പുറത്ത് എല്ലാം ആക്കിയിട്ടെല്ലാം ഉമ്മ പത്തിലെല്ലാം ചുടുന്നു. അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ നല്ല നല്ല പത്തിലെല്ലാം ആയിക്കൊണ്ടുണ്ട്. അങ്ങനെ എന്താക്കുന്നത് ലാസ്റ്റ് എൻ്റെ ഉമ്മാൻ്റെ പത്തിലുമായി. പിന്നെ എന്താക്കുന്നത് ബാപ്പ വന്നിനെ ബാപ്പാക്ക് തണ്ണിയും വെക്കണം ചൂടുവെള്ളം. അങ്ങനെ ഇതാ ഗ്യാസും ഓണാക്കി ഗ്യാസിൻ്റെ ഗീസർ ഓണാക്കിയിട്ട് ലൈറ്റർ കത്തിച്ചിട്ട് ചായൻ്റെ ചട്ടിയും വെച്ച് നമ്മൾ ചായൻ്റെ ചട്ടി വെച്ചിട്ട് അത് കുറച്ച് നേരം തിളക്കോളൊക്കെ ആക്കണം. നല്ലൊരു ബാപ്പാക്ക് തളിച്ചിട്ട് അത് തണ്ണിയിട്ടാണ് ഒരുപിടി തണ്ണിയിട്ടായിട്ട് പാട്ടൊക്കെ ഒഴിച്ചിട്ട് ബൈക്ക് ബാപ്പ കുടിക്കല്. ബാപ്പാക്ക് നോർമൽ വാട്ടർ ആകുന്നില്ല, ഹോട്ട് വാട്ടർ തന്നെയാണ്. അങ്ങനെ അതിന് ബൈക്ക് പാട്ടൊക്കെ ഒഴിച്ച് പിന്നെ ബാപ്പ ഉള്ള കൊണ്ട് അതിൻ്റെ ഒരുപിടി ചൂട് പോകണ വെച്ചിട്ട് പിന്നെ ഒരുപിടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്. പിന്നെ ഇന്നും നമുക്ക് വലിയൊരു ടെൻഷനില്ല, എന്ത് കറി വെക്കുന്ന ടെൻഷൻ. അതെന്തെല്ലാം ഉമ്മ ഇന്ന് കാലത്ത് തന്നെ കറിയെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് പോയിന്. ലാവ് പണി വേണ്ട ചെല്ലിട്ട് എന്ത് കറിയാക്കിനാന്നറിയോ? നല്ല ബലത്ത കടലൻ്റെ ചാറാക്കിന. നിങ്ങൾ നിരീക്കണ്ട, അത് ടേസ്റ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇത് റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് അയക്കാവോ. പിന്നെ തെരണ്ടിൻ്റെ കക്കല്ല കാച്ചിയത്. പിന്നെ ഈ പത്തിൽ ചുട്ടതിൻ്റെ പ്ലേറ്റ് എല്ലാം ഉണ്ട് അതിനോട്. അപ്പം അതെല്ലാം കഥാനെല്ലാം ഉണ്ടായി. അങ്ങനെ അതിനെ കതിക്കൊണ്ടുണ്ടായി. ഓരോ പാത്രം എല്ലാം ആയിട്ട് കതിക്കൊണ്ടേ. എന്താക്കുന്നത് ഞാൻ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ആണ് അങ്ങനെ എന്താ പാത്രമെല്ലാം കതിക്കൊണ്ട് എന്നിട്ട് വേണം നിസ്കരിക്കണോ, പിന്നെ എക്സാം നോക്കോ, എക്സാമിൻ്റെ പഠിക്കുകയും വേണോ. അങ്ങനെ അതാണ് ബേം എല്ലാ പാത്രവും ഇങ്ങനെ കതിക്കൊണ്ടുണ്ട്. അങ്ങനെ നമുക്കത് പാത്രവും അതിൻ്റെ ഇതെല്ലാം ക്ലീൻ എല്ലാം ആയിട്ടായി. അതിൻ്റെ പ്ലേറ്റും പോയി അതിനെ കതിയിട്ടെല്ലാമായി. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇതാക്കുന്ന അപ്പം ഉമ്മ ചൊല്ലി നാളൊക്കെ നമുക്ക് കറീൻ്റെ ആക്കുന്ന ചിക്കൻ കറി ആക്കാൻ നമുക്ക്. അപ്പോൾ ആകുമ്പോൾക്ക് അതിനെ നമ്മൾ ചിക്കനെല്ലാം ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കാന്നില്ല ഉമ്മ. അപ്പോൾ ആകുമ്പോൾക്ക് ഞാൻ ചൊല്ലി ഉമ്മ. അപ്പോൾ ഉമ്മ ചൊല്ലി നീ ക്ലീൻ ആക്കിയിട്ട് വെക്ക് എന്തെല്ലെങ്കിൽ നമുക്ക്. അപ്പോൾ ആകുമ്പോൾക്ക് ഞാൻ കുളിച്ചിട്ടെല്ലാം ആവുമല്ലേ, നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കുളിച്ചിട്ടെല്ലാം ആകുമ്പോൾക്ക് നിങ്ങൾക്ക് ഇത് ക്ലീൻ ആക്കിയിട്ട് ആവും. നമുക്ക് കുളിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലീനാകും. അപ്പോൾ നമുക്ക് ഞാൻ ചൊല്ലി അപ്പോൾ ഉമ്മ ഉണ്ടാക്ക് കാല് തൊല്ലുന്നില്ലേ. അങ്ങനെ ഉമ്മ ചൂടുവെള്ളം ആക്കിയിട്ട് കാല് തൊള്ളിക്കൊണ്ടേ ഞാൻ അതിനെല്ലാം ക്ലീൻ ആയിക്കൊണ്ടെല്ലാം. ഞാൻ അതിനെല്ലാം ക്ലീൻ ആയിക്കൊണ്ടെല്ലാം ഉണ്ട്. അതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്തിട്ട് ഓരോ രീതിയിലേക്ക് ഇട്ടിട്ട് ബൈക്ക് അതിനെ എന്താക്കുന്നത് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇടുന്നു ഞാൻ. അങ്ങനെ എൻ്റെ ഈ ക്ലീനിങ്ങിൻ്റെ കാര്യവും എല്ലാം ഉണ്ട്. അതിനെല്ലാം ഞാൻ ഇതായിക്കൊണ്ട് വരും. അപ്പോൾ ആകുമ്പോൾ ഉമ്മ എന്താക്കി കാലിൻ്റെ തൊല്ലിക്കൊണ്ട് വന്നു. ഉമ്മ തൊല്ലിട്ട് കഴിഞ്ഞിട്ടായിട്ട് ഉമ്മ എന്താക്കി അതിനെല്ലാം കഥാണെങ്കിൽ കോയും പിന്നെ കാലും പിന്നെ പാർട്സും എല്ലാം ഉണ്ടായിന് പീസെല്ലാം. അതിനെല്ലാം ഉമ്മ കതിക്കൊണ്ട് വരുന്നു ഉമ്മ.
അതിനെ നല്ല ക്ലീൻ എല്ലാം ആക്കിക്കൊണ്ടിരിക്കും. ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ടും അതിന് കതിയിട്ട് 2-3-4 കുറിയെല്ലാം കതിയിട്ടായിട്ട് അങ്ങനെ ഉമ്മക്ക് പോയി നല്ല ക്ലീനിൽ ഉമ്മ കതി ഉമ്മച്ചെല്ലാം അതിനെ ഫ്രിഡ്ജിൽ വെക്കുന്നു. അങ്ങനെ ഞാൻ എന്താക്കി അതിനെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു. അപ്പം ആകുമ്പോണ്ട് എൻ്റെ ബാര് കുളുവാന്ന്. അങ്ങനെ ഞാൻ ചെന്നില്ല. അപ്പം ആകുമ്പോൾ കട നമുക്ക് ബാക്ക് കണ്ട്. അങ്ങനെ ഞാൻ ബാക്ക് തൊല്ലിന്ന് നിൽക്കുമ്പോൾ തൊല്ലാനും കഴിയുന്നില്ല. പിന്നെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് തൊല്ലിനായിന്. ബാര് കുളുകുളാകുമ്പോൾ ബാരിനെ സമാധാനിപ്പിക്കണ്ടേ. അപ്പം ഈനകത്താക്കാൻ ഇരിച്ചിട്ടിതാ ഞാൻ ബാക്കേന്ന് തൊല്ലി. അങ്ങനെന്താ ഞാൻ ഇപ്പം ഇനി തിന്നാക്കി. അങ്ങനെന്താ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്കാന്നാക്കുന്നു. അങ്ങനെന്താ എൻ്റെ ബാക്ക് തീർന്നുകൊണ്ട് വന്നു. പിന്നെ ഒരു കണ്ടമുള്ള എന്താ അതിന് ഞാനൊക്കെ അപ്പം ഉമ്മ ചൊല്ലി നമ്മളെ വേസ്റ്റെല്ലാം ഉണ്ട് ഇതിനെല്ലാം തൂറ്റ് വരാമെന്ന്. അങ്ങനെ ഉമ്മ പോയിട്ട് ഇതിനെ തൂറ്റ് വന്നിട്ടായിട്ട് ഉമ്മക്ക് ഈ പാചകമെല്ലാം ആക്കി ഉമ്മക്ക് ഗ്യാസെല്ലാം ക്ലീനെല്ലാം ആക്കണം. അപ്പം ഉമ്മ തോർത്തുന്നു ഗ്യാസിനെല്ലാം നല്ല തോർത്തിട്ട് ഉമ്മ പോയിക്ക് അതിന് വെക്കുന്നു. പിന്നെ ഗ്യാസിൻ്റെ അതിനെ പൊന്തിച്ചിട്ട് അടുത്ത കൗണ്ടർ ടോപ്പെല്ലാം ഉമ്മ ക്ലീനിങ് എല്ലാം ആക്കുന്നു. ഉമ്മക്ക് ക്ലീനിങ് ഭയങ്കര ജാസ്തിയാവും. ഉമ്മളൊരു OCD. അങ്ങനെ ഇതപ്പോഴേക്ക് അപ്പുറത്തെ സൈഡുള്ള ഒരു കൗണ്ടർ ടോപ്പ് അവിടെ ഉമ്മ ഇങ്ങനെ തോർത്തിക്കൊണ്ടെല്ലാം വരുന്നു. അപ്പം ആകുമ്പോൾ കോർമായി ഞാൻ നിസ്കരിച്ചിട്ടാണ്. അങ്ങനെ പോയിട്ട് എന്താക്കി എല്ലാം എടുത്തിട്ട് വന്നു. അങ്ങനെ മുസല്ലാം പിരിച്ച് അങ്ങനെ ഇഷാവും നിസ്കരിച്ച് കുറച്ച് തസ്ബീഹും ചൊല്ലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.